സിന്ദാബാദ്. പാസ്പോർട്ട് ഓഫീസ് മാർട്ട് സിന്ദാബാദ്. പാസ്പോർട്ട് ഓഫീസ് മാർട്ട് സിന്ദാബാദ്. തൊഴിലാളികളുടെ പ്രതിഷേധവും CITU സിന്ദാബാദ്. CITU സിന്ദാബാദ്. കേന്ദ്ര സർക്കാർ നിങ്ങൾക്കെതിരെ ഉയരുന്നു. അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാർ ഇല്ലേ ഇല്ല. ഇവിടെ ഒരു സർക്കാർ ഇല്ലേ ഇല്ല. ഇവിടെ ഒരു സർക്കാർ ഇല്ലേ ഇല്ല. അധികാരം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നൽകിക്കൊണ്ട് രാജ്യത്തെ യാതൊരു ഈ വിലവർധന മൂലം രാജ്യത്തെ സമസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതമാകെ ാണ് ഇതുപോലുള്ള സമരത്തിന് CIT നേതൃത്വം കൊടുക്കുന്നത്. NDA സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വരുന്നതിൽ ജനങ്ങളോട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് വിലവർദ്ധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി CITയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ ഇതുപോലുള്ള സമരങ്ങൾ നടക്കുകയാണ്. രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില മുണ്ട് 500 രൂപയുടെ ഭക്ഷണം കുറയ്ക്കുന്നതിന് വേണ്ടി മുണ്ട് മുറുക്കി എടുക്കാൻ തീരുമാനിക്കാൻ ഇപ്പോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തൊഴിലാളികൾ അറിയൂ. നമ്മുടെ ഇറക്കുമതി കുറയ്ക്കണം, കയറ്റുമതി. സർക്കാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഈ സമരത്തിന് ആധാരമായി വിജയിക്കുക തന്നെ കോർപ്പറേറ്റ് മൂലധന വക്താക്കളുടെ ചെരുപ്പ് നക്കികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ക്രൂഡ് ഓയിൽ വില പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം അറിയാത്തവരല്ല നമ്മുടെ ഭരണാധികാരികൾ. ഇറാന്റെ മേൽ ഇസ്രായേലിന്റെ ഉപദേശത്തോടുകൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തുമ്പോൾ ഈ ലോകത്തിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയാം. ഈ ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു തലയാഴ്ച ഇസ്രായേൽ സന്ദർശിച്ച നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതെന്തേ അറിയാതെ പോയി? രാജ്യത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സാഹചര്യത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിന്ന സമയത്ത് അമേരിക്കൻ വിധേയത്വത്തിന്റെ പേരിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കുറച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളോടല്ല ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രതിപത്തി, മറിച്ച് സാമ്രാജ്യത്വത്തോടാണ് വിധേയത്വം എന്നുള്ളത് നമുക്ക് കാണാം. ഈ സാമ്രാജ്യത്വ വിധേയത്വം ഇന്ന് കണ്ടതല്ല. നമ്മൾ മോദി സർക്കാരിന്റെയും അതിന് പിന്തുണ നൽകുന്ന RSSന്റെയും സാമ്രാജ്യത്വ വിധേയത്വത്തെ പറ്റി നമുക്ക് നന്നായി അറിയാം. ഇതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ പെട്രോളിനും ഡീസലിനും കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് 8 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള വലിയ വർധനവ്. പാചകവാതകത്തിന് ഏകദേശം 89 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ ഈ സാധാരണ ഓട്ടോ ഡ്രൈവർമാർ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി CNGയിലേക്ക് മാറണമെന്ന് പറഞ്ഞു. ആ CNGയുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില 4-6 രൂപയിലധികം ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുന്ന സ്ഥിതി. എല്ലാ തരത്തിലും ഊർജത്തിന്റെ വില, ഇന്ധനങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചൊരു സാഹചര്യം. ഇതിങ്ങനെ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി രാജ്യത്തോട് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ?
പ്രധാനമന്ത്രി രാജ്യത്തോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പേടിയാ, വലിയ ആശങ്കയാണ്. അങ്ങനെ സംസാരിച്ച ഒരു ഘട്ടത്തിലാണ് ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നടുവൊടിച്ച നോട്ടു നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ഒരു മുൻകരുതലുമില്ലാതെ കോവിഡ് എന്ന മഹാമാരി നമ്മെ ബാധിച്ച സമയത്ത് പെട്ടെന്നൊരു രാത്രി നടത്തിയ പ്രഖ്യാപനത്തിന്റെ ഭാഗ്യമാണ് ഈ രാജ്യത്ത് ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഒരു പരിഗണനയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാതെയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ മെയ് 10-നും അത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയത്. ദേശസ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ധാർമ്മികമായുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും മുണ്ടുമുറുക്കി ഉടുക്കണമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്വർണം വാങ്ങാൻ പാടില്ല. വരുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഭക്ഷ്യ പാചക വാതകത്തിന്റെ വില, ഇന്ധന ഉപഭോഗം അത് കുറയ്ക്കണം. ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം അത് കുറയ്ക്കണം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആളുകൾ വർക്ക് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോയേക്കും എന്നാ പറയാ. എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോട് ഇത് ആഹ്വാനം ചെയ്തത് എന്ന് നോക്കൂ. അതിനെ തുടർന്നാണ് ഈ ഇന്ധന വിലയിലൊക്കെ ഉണ്ടായ വലിയ വർധനവ് എന്നുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മളെല്ലാം സാധാരണ തൊഴിലാളികളാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നവരല്ല. ഏതെങ്കിലും ഓഫീസിൽ മാത്രം ഇരുന്ന് പണിയെടുക്കുന്നവരുമല്ല. പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിൽ ഈ ലോക്ക്ഡൌൺ, ഈ ഒരു 2026 ജനുവരി പിറക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം 2025 ഡിസംബർ മാസം അത് മുതൽ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങോട്ടൊരു ചായയും കടിയും കഴിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 രൂപയുടെ വർധനവ് ഓരോരുത്തർക്കും വന്നിട്ടുണ്ട്. 5 അല്ല, ഏകദേശം 10 രൂപയുടെ. ആ 10 രൂപയുടെ വർധനവ് പ്രകാരം ഒരാൾ ഒരു ദിവസം 2 ചായയും കടിയും കഴിച്ചാൽ എത്ര രൂപ അവരുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നത്?